ഫെയർ അല്ലാത്ത എന്തോ അവിടെ നടന്നിട്ടുണ്ട്. അതല്ല ഫെയർ അല്ലാത്ത കാര്യമാണല്ലോ ഇതൊക്കെ, സംശയമില്ല. അതെ, ആയിരിക്കും, തീർച്ചയായിട്ടും എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ട് പ്രതിസ്ഥാനത്ത് സർക്കാരിൽ നിന്നൊക്കെ അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. എന്നെ ഈ നിമിഷം വരെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി നേതാവോ ഒരു ഗവൺമെൻറ് മന്ത്രിയോ ഈവൻ രാജ്ഭവനിൽ നിന്നോ ഇത് സംബന്ധമായിട്ട് ഒരു പ്രഷറും തന്നിട്ടില്ല. സംശയമില്ലാത്ത കാര്യമാണ്, അത് ഞാൻ പറയുന്നു. ഈ പ്രതികൾക്കൊപ്പം ഇന്നലെ അടക്കം എന്നോട് ചോദിച്ചു ആരൊക്കെ, അല്ല അത് പ്രശ്നമില്ല. ഈ കോടതിയിൽ ഹാജരാകുന്ന സമയത്ത് ചില രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത് നമുക്കറിയില്ല, രാഷ്ട്രീയ നേതാക്കൾ അവരൊപ്പം ഉണ്ടായിരുന്നു. ചില പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്ന പിന്നീട് മാറിയ ആളുകൾ ഉണ്ടായിരുന്നൊക്കെ ഇത് പറയുന്നത്. അപ്പൊ ഇതിനകത്തുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ട് എന്നുള്ള സത്യമല്ലേ? ഉണ്ടായിരിക്കാം, എനിക്ക് ഉറപ്പില്ല. ഗവർണറുമായിട്ടൊക്കെ നല്ല ബന്ധത്തിലിരുന്നിട്ട് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായാലൊരു മനോവിഷമമുണ്ടോ? അത് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ 4.5 കൊല്ലം കഴിഞ്ഞു. ഈ 4.5 കൊല്ലം വളരെ ഭംഗിയായിട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ലെവലിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോരാന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ഒരു വിഷയം മാത്രം. ഇനി ഗവൺമെന്റ് പിന്നെ വീണ്ടും കേസിന് പോകണം, കോടതിയിൽ പോകണം എന്ന് ആവശ്യപ്പെട്ടാൽ പോകാൻ തയ്യാറുണ്ടോ? ഗവർണറും സർക്കാരും ഭയങ്കര ഇത് നടക്കുന്നുണ്ട്. ഞാനായിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു ഇതിനും പോകില്ല. ഇനി അത്തരത്തിലുള്ള സാഹചര്യം വരികയാണെങ്കിൽ അന്നേരം ആലോചിക്കും, അന്നേരത്തെ ഇതനുസരിച്ച്. അതർവൈസ് ഐ എം നോട്ട് ഫോർ എനി ലീഗൽ ആക്ഷൻ. ദുഃഖമുണ്ട്. ഇത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ സമയത്തിന് ചെയ്യാത്തത് കൊണ്ട് ഒരു ദാരുണമായ ഒരു ജീവൻ നഷ്ടപ്പെട്ടു. അതിന് തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ഉത്തരവാദികളെ പരിശോധനയ്ക്ക് വിധേയമാക്കാനും തൽക്കാലം സസ്പെൻഡ് ചെയ്യാനും ഉള്ള ഓർഡേഴ്സ് ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇത് സംഭവിച്ചത്. ഈ കുറ്റകൃത്യം ചെയ്തവർ ക്രിമിനൽസ് ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ക്രിമിനൽ മൈൻഡ് ഉള്ള ആൾക്കാർ കുട്ടികളാണെന്ന് പറയാം. ക്രിമിനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പോയിട്ട് കൊലയും നടത്തുന്ന ആൾക്കാരല്ല. ഇവർ വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികൾക്ക് അത്തരത്തിലുള്ള മൈൻഡ് സെറ്റ് ഉണ്ടായത് കൊണ്ടാണല്ലോ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ ഗവർണർ പറഞ്ഞത് ശരിയാണ്, അത് എനിക്ക് അതിനോട് ഞാൻ വേറൊരു വിഷയം കൂടി ഉണ്ട്. ഇപ്പൊ ഇന്ന് ഗവർണർ ഉന്നയിച്ചിരുന്ന PFI ബന്ധമാണ്. അത് രാജ്യത്ത് നിരോധിക്കപ്പെട്ട ഒരു സംഘടനാ ബന്ധമാണ്. അങ്ങ് VC ആയിരുന്ന ഒരു കോളേജിൽ SFIയും PFIയും തമ്മിൽ ഇങ്ങനെ ഗവർണർ ഉന്നയിക്കുന്ന ആരോപണം ആ രീതിയിൽ വരണമെങ്കിൽ അതൊരു രാജ്യദ്രോഹ വിഷയം കൂടിയായി മാറില്ലേ? ആ സംവിധാനത്തിൽ നടന്നു എന്നല്ല വരുന്നത്. അല്ല, തീർച്ചയായിട്ടും അല്ല, ഇത് അന്വേഷിക്കേണ്ട വിഷയമാണ്, സംശയമില്ല, അന്വേഷിക്കേണ്ട വിഷയമാണ്. അത്തരത്തിലുള്ളൊരു ഇത് തെളിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദേശദ്രോഹമായിട്ടുള്ള പരിപാടിയാണ്. അല്ല, ഈ പറഞ്ഞ പോലെ കണക്ഷൻസ് PFI ആയിട്ടുള്ള കണക്ഷൻസ് വല്ലതും ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് തെളിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ദേശദ്രോഹ നടപടി തന്നെയാണ്, സംശയമില്ലാത്ത കാര്യം. അതെ, തീർച്ചയായിട്ടും.